തിരുവനന്തപുരം പേരൂർക്കട വ്യാജമാല മോഷണ കേസിൽ വൻ ട്വിസ്റ്റ്. മാല മോഷണം പോയതല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മാല കിട്ടിയത് പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീടിനുള്ളിൽ നിന്നായിരുന്നു. എന്നാൽ മാല വീടിന് പുറത്ത് മാലിന്യ കൂനയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു. പോലീസിന്റേത് നുണക്കഥയാണ് എന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇനി ഒരാൾക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതെന്നും മക്കളെ വരെ ഉപദ്രവിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബിന്ദു ജനം ടിവിയോട് പറഞ്ഞു. എങ്കിലും അവർ എന്നോട് എന്തിനത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. ഒരു മാല കിട്ടി എന്ന് സ്റ്റേഷനിൽ വന്ന് SI പ്രസാദിനോടും പറഞ്ഞിട്ടും ആ കുറ്റം എൻ്റെ തലയിൽ വെച്ച് കെട്ടിത്തരയാണ് ചെയ്തത്. സോഫയുടെ അടിയിൽ നിന്ന് മാല കിട്ടിയെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. എന്നിട്ടും ആ കുറ്റം അവരെൻ്റെ തലയിൽ വെച്ച് കെട്ടിത്തരയാണ് ചെയ്തത്. നമുക്ക് കേസിനെന്ന് പോയാൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇപ്പോൾ അവർ വിളിക്കുന്ന സമയത്തൊക്കെ പോകാൻ നമുക്ക് വളരെ മോശമാണ്. ഇല്ല, കാരണം എൻ്റെ ചേട്ടൻ്റെ ഒരു വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്റ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു. അതെനിക്കിപ്പോൾ ഓർക്കാൻ കൂടി വയ്യാത്തത്. എങ്കിലും റിപ്പോർട്ട് നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, അവർ നിറഞ്ഞ കണ്ണുകളോടുകൂടി പറയുകയാണ് സന്തോഷമുണ്ട്, പക്ഷേ ഇനി ഇത്തരത്തിലൊരു ദുരനുഭവം ആർക്കും ഉണ്ടാകരുത്. അന്ന് ഒരു പക്ഷേ ഈ വിഷയം പോലീസ് ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് ഇത്രയേറെ മാധ്യമ ശ്രദ്ധയിൽ വരില്ലായിരുന്നു, അല്ലെങ്കിൽ ജനശ്രദ്ധയിൽ വരില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു കള്ളക്കഥ പുറത്ത് വരില്ലായിരുന്നു. എന്തായാലും ഈ സത്യം പുറത്തു വന്നതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഇനി എങ്ങനെ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതല്ലേ? എന്താണ് ബിന്ദുവിന് പറയാനുള്ളത്? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ദുരനുഭവത്തിൽ നിന്ന് ഇപ്പോഴും ബിന്ദു മുക്തമായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. അതിൽ പ്രധാനമായും പോലീസുകാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് DYSP ഈ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. അതായത് ഈ ഓമന ഡാനിയൽ എന്ന വീട്ടമ്മയ്ക്ക് ഇത്തരത്തിൽ മറവി ഉണ്ടായിരുന്നു. ആ മറവി കാരണം അവർ ആ മാല എവിടെ വെച്ചത് എന്നത് കൃത്യമായി അറിയില്ല. എന്നാൽ പിന്നീട് അത് ചവറ്റുകൊട്ടയിൽ നിന്നും കിട്ടി എന്ന രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു എന്നത് തന്നെയാണ് കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നൊരു കാര്യവും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അവർ പറഞ്ഞതുപോലെ കുടുംബത്തിനെ അല്ലെങ്കിൽ മക്കളെ വരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവരെ മാനസികമായി തളർത്തിയിരുന്നു. അവരുടെ ജോലി, അതോടൊപ്പം ജാതി, അതൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മാനസികമായി ഉപദ്രവിച്ചിരുന്നു എന്നത് തന്നെയായിരുന്നു ബിന്ദു ആ ഘട്ടത്തിലും ഉറച്ചു പറഞ്ഞിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഈ വീട്ടുടമയായ ഓമന ഡാനിയലിനെതിരെ നടപടികൾ വരുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റ് അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവർ പറഞ്ഞതുപോലെ അവർ ജോലിക്ക് പോയി ജീവിച്ചിരുന്ന സ്ത്രീയാണ്. ഇപ്പോൾ കുറച്ച് നാളായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇനി ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ ജോലിക്ക് പോകാൻ കഴിയുകയുള്ളൂ. അവരുടെ ഭർത്താവിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കുടുംബത്തിലെ മക്കളെ വരെ ഇത്തരത്തിൽ കേസിൽ കുടുക്കി ഉപദ്രവിക്കുമെന്ന് ആ സമയത്ത് പോലീസുകാർ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ബിന്ദു ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. രാഗി, കൃഷ്ണ, അതുപോലെ തന്നെ ഈ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരിയായ, അല്ലെങ്കിൽ ആരും തന്നെ സഹായിക്കാൻ എത്താൻ സാധ്യതയില്ലാത്ത ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ ഇങ്ങനെ ഒരു മോഷണ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ നുണക്കഥ പൊളിഞ്ഞു പോകാതിരിക്കാൻ പോലീസ് ഇവരുടെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് അടക്കം ഭീഷണിപ്പെടുത്തുന്നു. അവർ അന്നും നിറകണ്ണുകളോടുകൂടി എത്തിയത് മാധ്യമങ്ങൾക്ക് മുൻപിലാണ്. ഇന്ന് അവരുടെ സത്യസന്ധത പുറം ലോകം അറിയുക കൂടിയാണ്.
തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യഘട്ടം മുതൽ അവർ പറഞ്ഞിരുന്നു, അവർ പോലീസിനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്, താൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് ബിന്ദ അന്നും ഇന്നും എന്നും ആവർത്തിച്ച് പറഞ്ഞിരുന്നത് എന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ ഭാഗം കേൾക്കാതെ മറിച്ച് ഈ പരാതിക്കാരിയുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ടാണ് പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയത് എന്നത് തന്നെയാണ് രാഗി. മാത്രമല്ല, ഈ മാല തിരിച്ചു കിട്ടി എന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് പോലീസ് അത് മറച്ചു വെച്ചത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ബിന്ദു ഉന്നയിക്കുന്നത്. പിന്നീട് ആ മാല ചവറ്റുകൊട്ടയിൽ നിന്ന് ലഭിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള പോലീസിന്റെ തത്രപ്പാടാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതുവരെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദുവിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്തുവെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പോയി പണിയെടുത്തു വേണം കുടുംബം കഴിയുന്ന ഒരു വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിൽ ക്രൂരമായ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നത് എന്ന് തന്നെയാണ്. അവർ ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തായാലും പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. മാല മോഷണം പോയതല്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഒപ്പം തന്നെ മാല കിട്ടിയത് പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീടിനുള്ളിൽ നിന്നായിരുന്നു. എന്നാൽ മാല വീടിന് പുറത്ത് മാലിന്യക്കൂനയിൽ നിന്ന് കിട്ടിയെന്നായിരുന്നു പോലീസിന്റെ വാദം. എന്തായാലും പോലീസിന്റെ നുണക്കഥ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്യുന്നുമുണ്ട്. ബിന്ദു ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. വളരെ സന്തോഷമുണ്ട്, ഇനി ആർക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാകരുത് എന്നായിരുന്നു പ്രതികരണം. ബിസിനസ് സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.